Good morning. Actually, good afternoon. We're almost 12 o'clock. So, we're finally taking a trip after one whole year. ഞങ്ങൾ ലാസ്റ്റ് ടൈം ഒരു ട്രിപ്പിന് പോയത് വാസ് ഇൻ ഫെബ് 2020. നമ്മൾ എവിടെയാണ് പോയിട്ട് പോയത്? ബിഫോർ കോവിഡ് ഞങ്ങൾ വേഗസ് പോയി. പിന്നെ ജാനുവരി എൻ്റെ ബർത്ത്ഡേക്ക് ഞങ്ങൾ ഹവായി പോയി, വീണ്ടും ഒവാഹു ഐലൻഡ്. അത് കഴിഞ്ഞിട്ട് വി പ്ലാൻ ടു ഗോ ഇൻ ജൂലൈ. പിന്നെ കോവിഡായിട്ട് വി ക്യാൻസൽഡ് ഇറ്റ്. പിന്നെ ഡിസംബർ നമ്മുടെ ആനിവേഴ്സറിക്ക് പോയി വിചാരിച്ചു, അതും ക്യാൻസലായി. ഫൈനലി വി ടേക്കിംഗ് എ ചാൻസ് ആൻഡ് പ്ലാനിങ് the trip to Big Island, Hawaii. Appo right now we're on our way to the COVID testing center. There is a rule in Hawaii that if you don't want to do the 10-day quarantine once you land there, we can just do a you can just carry a COVID negative test report which was taken 72 hours prior to the time you're landing in Hawaii. We are landing on Tuesday excuse me, at 8 p.m. Actually നോക്കുമ്പോൾ ഇന്നലെ എടുക്കായിരുന്നു, ബട്ട് അവിടെ അപ്പോയിൻമെൻറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല ഈവനിങ് സമയത്ത്. So the next available appointment was today at 12. So we're on our way. Let's see how the test goes. പക്ഷേ ഹവായിലേക്ക് പോകുമ്പോൾ കുറേ ടെസ്റ്റുകൾ ചെയ്യണം. സോ ഹവായിക്ക് മാത്രമായിട്ട് കുറേ സെന്റേഴ്സ് ഉണ്ട്, അവിടുന്ന് ചെയ്യാൻ പറ്റും. ഞാൻ ലോങ് ബാക്ക് ഒരു ടെസ്റ്റ് എടുത്തപ്പോൾ ദാറ്റ് വാസ് ഇൻ സ്ക്രിപ്സ് ക്ലിനിക്. അവിടെ യു കെൻ ജസ്റ്റ് ഇറ്റ്സ് ഫ്രീ. അത് ഇവിടുത്തെ ലോക്കൽ ഒരു അർജന്റ് കെയർ ഹോസ്പിറ്റൽ മാതിരി ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ യു കെൻ ജസ്റ്റ് ഗോ ഡ്രൈവ് ഇൻ. ഇഫ് യു ഹാവ് സിംപ്റ്റംസ് യു കെൻ ജസ്റ്റ് ഡു എ ടെസ്റ്റ്. പക്ഷെ ഹവായിക്ക് മാത്രം ട്രാവൽ ചെയ്യണമെങ്കിൽ ദേ ഹാവ് സം സ്പെസിഫൈഡ് എന്താ പറയുക റെക്കഗ്നൈസ്ഡ് സെന്റേഴ്സ്. സോ ദേ അക്സെപ്റ്റ് റിസൾട്ട്സ് ഓൺലി ഫ്രം ദോസ് സെന്റേഴ്സ്. സോ ഇപ്പോൾ നമ്മൾ പോകുന്നത് കാർബൺ ഹെൽത്ത് സെന്റർ എന്ന് പറഞ്ഞൊരു സെന്ററാണ് സാൻഡിയേഗോയില്. കുറേ ഉണ്ട്. വൺ അതർ തിങ് ദാറ്റ് എ ലോട്ട് ഓഫ് പീപ്പിൾ ഡു ഇസ് ഡു ദ ടെസ്റ്റ് ഫ്രം വോൾട്ട് ടെസ്റ്റിംഗ് സെന്റർ. അപ്പോൾ അവിടെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഓൺലൈനിൽ പോയിട്ട് യു ക്യാൻ ഫിൽ അപ്പ് ഓൾ യുവർ ഡീറ്റെയിൽസ് ആൻഡ് ദെൻ ദേ വിൽ സെൻഡ് യു എ കിറ്റ് ടു യുവർ ഹൗസ്, കോവിഡ് ടെസ്റ്റിംഗ് കിറ്റ്. ആ കോവിഡ് ടെസ്റ്റിംഗ് കിറ്റ് യു ക്യാൻ ആൻഡ് ദെൻ like 72 hours prior to your travel you can schedule an online appointment with the doctor or whoever the person is, and our video call they'll tell you how to take the test. They'll monitor how you're doing the test. നമ്മൾ ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് so they ship the whole test kit with the return label as well. അപ്പോൾ so once you're done just put it back in the same bag and then ship it. അതാണ്. And then they say that within like 24 to 48 hours we'll get the results. But one downside of that is that our test you cannot rely that you'll get the results on time if you're traveling on a Tuesday or a Thursday. So we are traveling on a Tuesday, so we did not want to take the chance. On the website clearly they mentioned that Tuesday and Thursday we don't recommend so we did not take that. That's mainly because of some shipping time that they have for Tuesday and Thursdays. So the next best option, the other thing is it's about $110 or $120 a vault in the Chiyanigi. If you're doing it with Carbon Health, it is $175. But you can use an HSA card to pay for it, so you don't have to literally pay out of your pocket. You can pay with your health savings account balance. Let's see. Actually, I'm just keeping my fingers crossed that we get the results in time. അത് മാത്രം ഒരു ടെൻഷൻ അല്ലേ? അത് വേഗം കിട്ടും. കാർബൺ ഹെൽത്തിൽ വേഗം കിട്ടും, വോൾട്ടിലും കിട്ടും കറക്റ്റ് സമയത്ത് തന്നെ. ഇല്ല, you remember like one of our friends, they traveled like 2-3 days back. അപ്പോൾ അവരുടെ ഫ്ലൈറ്റ് വാസ് ഓൺ Monday, no, it was on a Friday or something at 8 AM. പക്ഷെ അവർക്ക് 6 AM വരെ റിസൾട്ട് വന്നില്ലായിരുന്നു. അത് ചില റെയർ കേസസ് മിക്കവാറും കിട്ടും. അല്ല കിട്ടും, ബട്ട് നമുക്ക് അറിയണ ഒരു കേസ് അല്ലേ, അത്രയാണ്. സോ പിന്നെ ഞങ്ങളുടെ വേറൊരു ഫ്രണ്ട്സ് വരുന്നുണ്ട്. ദേ ആർ ട്രാവലിംഗ് ഓൺ 13. അവർ വോൾട്ടാണ്. സോ ലെറ്റ്സ് സീ ഹൗ ദാറ്റ് ഗോസ്. നമ്മൾ കോവിഡ് ടെസ്റ്റിങ്ങിൻ്റെ സൈറ്റിലെത്തി. കാർബൺ ഹെൽത്തിൻ്റെ ഇതാണ് ചെക്ക് ഇൻ പ്ലേസ്. സോ ഇഫ് യു സീ
ഇതൊക്കെ ഒരു ടെൻറ്റ് പോലെ ഉണ്ടാക്കിയിട്ട് അവിടെയാണ് ടെസ്റ്റിംഗ് ചെയ്യണത്. ഇൻസേർട്ട് വീഡിയോ ഓഫ് ഹൗ അനീഷ് ഗോട്ട് ഹിസ് ടെസ്റ്റ് ഡൺ. എൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, പറ്റിയ അങ്ങനെയാണ്. സോ അവർ പറഞ്ഞു നാളെ 2 PM ആകുമ്പോഴേക്കും റിസൾട്ട് വരും. അവരുടെ വെബ്സൈറ്റ് ഉണ്ട്. സോ യു കെൻ ജസ്റ്റ് ലോഗ് ഇൻ ആൻഡ് ഡൗൺലോഡ് എ റിസൾട്ട് ഫ്രം ദർ. ഹോപ്പ്ഫുള്ളി ഇറ്റ്സ് നെഗറ്റീവ് അല്ലേ? നെഗറ്റീവ് തന്നെ ആയിരിക്കും, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ആ പണി കഴിഞ്ഞു. ഇനി ബാക്ക് ഹോം. ബൈ. രാവിലെ തന്നെ ഇവിടെ കോവിഡ് റിസൾട്ട് വന്നു, നെഗറ്റീവ് ആണ്. അപ്പോൾ ഫൈനലി വൺ മോർ സ്റ്റെപ്പ് അഹെഡ്, വൺ മോർ സ്റ്റെപ്പ് ക്ലോസർ. ഞങ്ങളിപ്പോൾ ഊബർ വിളിച്ചു. വിർ ഓൺ ദ വേ ടു ദി എയർപോർട്ട്. ഫ്ലൈറ്റ് 12 o'clock-നാണ് സൗത്ത് വെസ്റ്റിൽ. സോ വി ഗോ ഫ്രം ഹിയർ ടു ഓക്ലൻഡ്. പിന്നെ ഓക്ലൻഡിൽ നിന്നാണ് ഡയറക്റ്റ് ഫ്ലൈറ്റ്. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ എയർപോർട്ടുള്ളത്. എല്ലായിടത്തും നോക്കിയാൽ ഇങ്ങനെ ഓരോ സീറ്റ് വേക്കൻറ്റ് വേണം. എല്ലാവരും മാസ്ക് ഒക്കെ ഇട്ടുണ്ട്. അവിടെ ഒരാൾ മാത്രം മാസ്ക് ഇട്ടിട്ടില്ല. എന്താ, ഒരാൾക്ക് ഇവിടെ വിശപ്പ് തുടങ്ങി. അപ്പോൾ ചിപ്സാണ് കഴിച്ചുകൊണ്ടിരിക്കണേ. എയർപോർട്ടിൽ എത്തിയ ഉടനെ എനിക്ക് എന്തെങ്കിലും കഴിക്കാനോ കുടിക്കാനോ, പിന്നെ ഓപ്പണെ കഴിക്കാനും പറ്റില്ല. അങ്ങനെ പൊക്കി അങ്ങനെ എടുത്ത് കഴിച്ച് പിന്നെ പൊക്കിയിട്ടില്ല. ആൾക്കാരുടെ അടുത്ത് ചീത്ത വെക്കണവരൊക്കെ ഉണ്ടാവും. എല്ലാവരും കഴിക്കുന്നുണ്ടാവും. അവിടെ പോയി കഴിക്കാൻ ഞാൻ പറഞ്ഞില്ലേ. ഓക്ലാൻഡിൽ ലാൻഡ് ചെയ്തു. ഇറങ്ങിയ ഉടനെ ഞങ്ങൾ കഴിക്കാൻ തുടങ്ങി. ചിക്കൻ റോട്ടി റോൾ വീട്ടിലുണ്ടാക്കിയത് പുറത്തുനിന്ന് മേടിക്കേണ്ട വിചാരിച്ചിട്ട്. അപ്പോൾ അതും ഞങ്ങൾ റെഗുലർ ആയിട്ട് മേടിക്കണ പീക്സ് കോഫി. അപ്പോൾ ഞങ്ങളുടെ സെക്കൻഡ് ഫ്ലൈറ്റ് കയറി. ഫൈനൽ ഫ്ലൈറ്റ് ടു ദ ഡെസ്റ്റിനേഷൻ. ഈ ഫ്ലൈറ്റ് ആകെ ഫുള്ളാണ്. 5.5 മണിക്കൂർ മേടിക്കണം. അതാണ്. പക്ഷേ എൻ്റെ ലാപ്ടോപ്പ് അല്ല ഐപാഡിൽ എല്ലാം എൻ്റെ ഫ്ലിക്സ് പോലത്തെ സാധനങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കാണാൻ നെറ്റ്ഫ്ലിക്സിൽ നിന്ന്. അപ്പോൾ ഐ എം സെറ്റ്. Aloha! We reached Hawaii. Now we are walking towards the place where they check the COVID-19 test results. അപ്പോൾ ഇവിടെ അവർ നെഗറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യും. വൺസ് ദാറ്റ് ഇസ് ഡൺ വി ഹാവ് ടു ഡു എ സെക്കൻഡ് കോവിഡ് ടെസ്റ്റ് ഹിയർ. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസൊക്കെ നമ്മളിവിടെ കൊടുക്കണം. നമ്മുടെ സ്റ്റേ ഡീറ്റെയിൽസ്, Airbnb പ്ലേസ്, യുവർ കോൺടാക്ട് നമ്പർ ആൻഡ് എവറിത്തിങ്. വിത്തിൻ 2 hours ടെസ്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ they will give you a call and then we have to come back to the airport. If you don't get any call within the 2 hours, then you're good to go. Ipo here we are waiting to pick up our baggage. Adu kayinittu we'll go pick up the car and then go out. In Hawaii ഞങ്ങൾ ലാൻഡ് ചെയ്തു. ഞങ്ങൾക്ക് കാർ കിട്ടി, റെൻ്റൽ കാർ Avis നിന്ന് ബുക്ക് ചെയ്തു. സോ വി ആർ ഓൺ അവർ വേ ടു Airbnb. നല്ല വിശപ്പ്, so hungry. And also very tired. I don't know, felt so long sitting in this flight. അതെ. ഇനിയിപ്പോൾ we'll see. I mean restaurants എല്ലാം closed ആണ്. ഇനിയിപ്പോൾ ഫാസ്റ്റ് ഫുഡ് ടൈപ്പ് ഓപ്പൺ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ 9-10 മണിയായി. ഇനിയിപ്പോൾ വീട്ടിനടുത്ത് ഒരു മെക്ഡി ഉണ്ടെന്നാണ് ഓൾറെഡി ഉറക്കം വരുന്നത്. ആക്ച്വലി ഇപ്പോൾ 12 o'clock ആയില്ലേ കാലിഫോർണിയ ടൈം. അത് കാരണം ഉറക്കം വരുന്നത്. ഒരു മെക്ഡി ഉണ്ട് Airbnb-യുടെ അടുത്ത്. സോ ഹോപ്പ്ഫുള്ളി ദാറ്റ്സ് ഓപ്പൺ. വി ക്യാൻ ടേക്ക് ഡ്രൈവ് ത്രൂ പോയിട്ട് എന്തെങ്കിലും പിക്ക് അപ്പ് സംതിങ് ഫോർ ഡിന്നർ ആൻഡ് ദെൻ ഗോ ആൻഡ് സ്ലീപ്പ്. ദാറ്റ്സ് ഇറ്റ്. കോൾ ഇറ്റ് എ ഡേ. അതെ. അപ്പോൾ സീ ഓൾ ദേ. This is our Airbnb. It's beautifully decorated. It's like a proper vibe, no? So the kitchen. And this is the bedroom. ഞങ്ങൾ ആകെ ടയർഡായിരുന്നു. സോ വി ജസ്റ്റ് കോൾ ഇറ്റ് എ നൈറ്റ്.
And next day we woke up to this beautiful view from our Airbnb. Can't wait to show you all what we did on day 1, 2, 3, 4 and 5 in Big Island, Hawaii.